ബ്ലൗസ് ഈ സൈഡ് ജോയിൻ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമാക്കാൻ പറ്റാവുന്ന ഒരു ടിപ്പാണ് പറയുന്നത്. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും കീറി ഇറങ്ങിയൊപ്പം നിൽക്കുക. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് ഇരട്ടം തൊട്ട് ഇവിടം വരെയുള്ള പോയിന്റ് നമ്മൾ ഈ തുമ്പത്തൂടെ തയ്ച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്ലീവിൻ്റെ അറ്റം വരെ തയ്ച്ചെടുക്കാം. കറക്റ്റ് ഈ ഒരു സ്ലീവിന് ഈ ഒരു ഭാഗം വൃത്തിയായിട്ട് വേണം തയ്ച്ചെടുക്കാൻ. ഇവിടെ ആദ്യം ഇവിടെ തൊട്ട് ഇവിടം വരെ കൃത്യമായിട്ട് പിടിക്കുക. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഇവിടെ തൊട്ട് ഇവിടം വരെ പിടിക്കുക. അങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു ഭാഗമാണ് കൂടുതലായിട്ട് ചില സമയങ്ങളിൽ വരിക. ചില സമയത്ത് ഈ ഒരു ഭാഗം ഒരനക്കം കൂടുതൽ കാലിൻ്റെ കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച ശേഷം ഇത് ഒപ്പാക്കുക, ഇതിവിടെ ഒപ്പാക്കുക. അതിന് ശേഷം ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ അറ്റത്തോടെ അറ്റം വരെ തയ്ക്കാം. അപ്പോൾ ഈ ആ ഒരു ഭാഗത്തേക്ക് മടക്കാനുള്ളത് മുഴുവൻ ഇതിനകത്തേക്ക് പോയിക്കോളും. അതായത് ഈ ബെൽറ്റിൻ്റെ ഉള്ളിലിട്ട് പോയിക്കോളും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ എത്രത്തോളം നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയോ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ അത്രയും ഭാഗം നമ്മൾ തയ്ച്ച് ഇതിൻ്റെ ഒപ്പാക്കി വയ്ക്കാം. ഈ ഒരു സൈഡ് അടിച്ചിട്ട് ആ ഒരു പോയിന്റ് നമ്മൾ ഇതാക്കി വയ്ക്കാം. അല്ല എങ്കിൽ നമുക്ക് വേറെ രീതി ചെയ്യാം. ഇങ്ങനെ വെച്ച ശേഷം ഇതിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പാക്കിയിട്ട് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ഇവിടെ എത്രത്തോളം പിടുത്തം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി മേടിച്ചടിക്കുക. ഇതിൻ്റെ മുകളിൽ കൂടി മേടിച്ച് ഇവിടെ വരെ അടിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗമായിട്ട് ഈക്വലായി മാറി. 4 ഇഞ്ചൊക്കെ വ്യത്യാസം വരികയാണെങ്കിലാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാണ്ട് അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ 4 ഇഞ്ച് ഒരു പോയിന്റ് വരികയാണെങ്കിൽ ഓക്കെ. അതിനേക്കാളും മുകളിലാണെങ്കിൽ ബ്ലൗസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ തെറ്റിയിട്ടുണ്ടായിരിക്കും. അതൊക്കെയാണെങ്കിൽ നിങ്ങളത് അഴിച്ചതിൻ്റെ ആ ഭാഗം എവിടെയാണ് ശരിയാക്കണം. എന്നിട്ട് നമുക്ക് സൈഡ് അയക്കുമ്പോൾ തയ്ക്കാനായിട്ട് എളുപ്പമാണ്. നോക്കിക്കോളും. ഈ ഭാഗം നമ്മൾ ഇവിടെ ഒരു 4 ഇഞ്ച് പിടുത്തം പിടിക്കാണ്ടായിരുന്നു. ഇവിടെ 4 തയ്ച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇവിടെ 4 ഇഞ്ചോളം കഷ്ടി 4 ഇഞ്ച് നമ്മളിവിടെ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നമുക്ക് 1.5 ഇഞ്ചാണല്ലോ. 1.5 ഇഞ്ച് ഇത് ഇവിടുത്തെ നമ്മുടെ ഈ ഒരു പോയിന്റ് ഇതാണ് നമ്മുടെ പോയിന്റെങ്കിൽ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് പറഞ്ഞ് ഇവിടെ എടുക്കേണ്ടത്. പിന്നെ അടുത്തതാണ് രണ്ടാമത്തെ ഇപ്പുറത്തേക്ക് എടുക്കേണ്ടത്. അതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ സ്ലീവിൽ തുമ്പുവേണം എത്രയാണോ അത് നമുക്ക് കൊടുക്കാം. അത് ഒരു 4 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ചെയ്യാം. ഇങ്ങനെ അതിനുശേഷം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി വരും. ഓക്കെ.